ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുന്നംകുളം ചെറുവത്തൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിച്ച് 2 പേർ മരിച്ചു. 20ഓളം പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരം. തൃശൂർ കളക്ടറേറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ച് റോഡ് ഉപരോധിച്ച യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കാട്ടാന പലചരക്ക് കട തകർത്തു. മാളിയേക്കൽ പോളിന്റെ കടയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. തളിക്കുളം പത്താങ്കല്ലിൽ വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തം. മില്ല് പൂർണ്ണമായും കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. ജില്ലയിലെ കോൾപ്പാട മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമൂർ പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളാണ് വെള്ളക്കെട്ടിലായത്. KSRTCയിൽ വാട്സാപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനം നിലവിൽ വന്നു. സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കി KSRTC നേരിട്ട് നടത്തുന്ന കൊറിയർ സർവീസിനും തുടക്കമായി. വാർത്തകൾ വിശദമായി. കുന്നംകുളം ചെറുവത്തൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിച്ച് 2 പേർ മരിച്ചു. 25ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 18 വയസ്സുള്ള റിയ ഫാത്തിമയാണ് മരിച്ചത്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ താഴത്തെ പെട്രോൾ പമ്പിനടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2:15 അപകടം. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ആദ്യം ഒരു സ്കൂട്ടറിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് മറ്റ് വാഹനങ്ങളിലും സമീപത്തെ വീടിന്റെ മതിലും തകർത്തു. പരിക്കേറ്റവരെ മലങ്കര ആശുപത്രിയിലേക്ക് മാറ്റി. ഓട്ടോറിക്ഷ, വാൻ, ബൈക്ക് തുടങ്ങി 5 വാഹനങ്ങളിൽ ഇടിച്ചാണ് അപകടം. ബസിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിശദാംശങ്ങളുമായി PSC അഴിമതിക്കെതിരെ തൃശൂർ കളക്ടറേറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. PSC അഴിമതിക്കാരെ തുറങ്കിലടയ്ക്കുക, അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറുക, ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജന്തർ മന്ദറിൽ സമരം ചെയ്തവർ വിഷം ചീറ്റുന്ന കൊമോഡോ ഡ്രാഗൺമാരാണ്. അത്തരക്കാർ എന്തേ കേരളത്തിലെയും ജാർഖണ്ഡിലെയും പരീക്ഷാ ക്രമക്കേടുകൾ കാണാതെ പോകുന്നത്? നരേന്ദ്രമോദിക്കെതിരെ വന്ന ഒന്നിനെയും വെറുതെ വിടില്ലെന്നും ഇന്നല്ലെങ്കിൽ നാളെ അവരെ പിടിച്ചുകെട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇടത് സംഘടനകളുടെ സമരം. വിഷയത്തിൽ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി VD സതീശൻ എവിടെ പോയി ഒളിച്ചാലും യുവമോർച്ച പ്രവർത്തകർ തടയുമെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. ചില മാധ്യമ നേതാവന്മാർ അവരൊരു ഉത്സവം ആഘോഷിക്കായിരുന്നു. ഇവരൊക്കെ ഈ ജന്തർ മന്ദറിൽ മാത്രമേ പോകുള്ളൂ. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. പ്രകോപിതരായ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സ്വാഭാവികമായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം
കഴിഞ്ഞ വാഹനങ്ങളൊന്നും തന്നെ പോലീസ് വൈകിട്ട് വിട്ടില്ല. അതിന് വാഹനങ്ങളുടെ അടുത്തൊരു ജനത്തിലുണ്ട് അതൊരു സുരക്ഷാ ജലപീരങ്കിയേറ്റ് തെറിച്ചു വീണും മറ്റും വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. തുടർന്ന് പ്രവർത്തകർ അയ്യന്തോൾ പുഴയ്ക്കൽ റോഡ് ഉപരോധിച്ചു. വനിതകൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇതോടെ BJP നേതാക്കളും ഇടപെട്ടു. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത്, ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു, രാഹുൽ കെ നായർ, വൈസ് പ്രസിഡന്റുമാരായ അഞ്ജലി എടക്കാട്ടിൽ, അമൃത മുരളി എന്നിവർ നേതൃത്വം നൽകി. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്ത് പറമ്പിൽ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. കുന്നംകുളം ചെറുവത്തൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിച്ച് 2 പേർ മരിച്ചു. 25ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി ഫിന്നി ചേരുന്നു. ഫിന്നി, ബസിന്റെ അമിത വേഗതയാണോ അപകട കാരണം? എന്താണ് 2 പേർ മരിക്കാനിടയാക്കിയ സാഹചര്യം? മരണപ്പെട്ടവർ ബസ് യാത്രക്കാരായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:15 നാടിന് നടുക്കിയ അപകടമുണ്ടായത്. കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽ പെട്ടത്. ഈ ബസ് നിയന്ത്രണം വിട്ട് 5 വാഹനങ്ങളിൽ ഇടിച്ച ശേഷം റോഡ് സൈഡിനോട് ചേർന്നുള്ള വീടിന്റെ മതിലിടിച്ചായിരുന്നു നിന്നത്. മതിലിടിച്ച് നിൽക്കുകയായിരുന്നു. ബസ്സിൽ 20ഓളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. മാത്രമല്ല മറ്റു വാഹനങ്ങളിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് ഉൾപ്പെടെ 25ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ ഒരാളെ അപ്പോളോ ആശുപത്രിയിലേക്കും മറ്റുള്ള 2 പേരെ അമല ആശുപത്രിയിലേക്കും മാറ്റിയതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപകട വിവരം അറിഞ്ഞുടൻ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ അപകടത്തിൽപ്പെട്ട ബസിന്റെ മുൻഭാഗവും മറ്റു വാഹനങ്ങളെല്ലാം തകർന്ന നിലയിലാണ്. അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കാണ് ഉള്ളത്. ഗുരുതര പരിക്കാണ് പറ്റിയിട്ടുള്ളത്. ഈ ബസ് അപകടത്തിൽപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളും നടുക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. അമിത വേഗമാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് ഉണ്ടായിരുന്ന സംഭവത്തിൽ ദൃക്സാക്ഷികളായ ആളുകൾ പറയുന്നു. ഒരു ഓട്ടോറിക്ഷ തലനാരിയിരിക്കാണ് ഓട്ടോറിക്ഷയിലെ യാത്രക്കാരെല്ലാം തലനാരിയിരിക്കാണ് രക്ഷപ്പെട്ടത്. വാഹനങ്ങളുടെ പുറകിൽ ഓവർടേക്ക് ചെയ്ത് വന്ന ബസ്, ബൈക്ക്, കാറ്, ഓട്ടോറിക്ഷ എന്നിവയിൽ ഇടിച്ച ശേഷമാണ് നിയന്ത്രണം വിട്ട് റോഡ് സൈഡിനോട് ചേർന്നുള്ള മതിലിൽ ഇടിച്ചത്. ഈ മതിലിടിച്ച അത്ര അമിത വേഗതയായിരുന്നു എന്നാണ് നമുക്ക് CCTV ദൃശ്യങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബസ് റോഡിൽ നിന്ന് മാറി ചെരിഞ്ഞ് വന്ന ശേഷം മതിലിടിച്ചാണ് നിന്നത്. പരിക്കേറ്റ വാഹനത്തിലൂടെ കുടുങ്ങി കിടന്നവരെല്ലാം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ചത് ഒരു വിദ്യാർത്ഥിനിയാണ് മരിച്ചത്, റിയ ഫാത്തിമ. ഇവർ യാത്രക്കാരിയായിരുന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ച ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. ഇവരുടെ പേരുവിവരങ്ങളെല്ലാം ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇവരുടെ തന്നെ മകനെ അമല ആശുപത്രിയിലേക്ക് മാറ്റിയതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപകടം നിയന്ത്രിക്കാൻ ഇത്രയും കുന്നംകുളം തൃശ്ശൂർ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഞായറാഴ്ച മലപ്പുറത്തുണ്ടായ ഒരു അപകടം, നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ച ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടും വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കാൻ, ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത്. സ്മിത, പരിക്കേറ്റവരുടെ നില എത്രത്തോളം ഗുരുതരമാണ്? ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മറ്റാളുകളുടെ നില? സ്മിത, പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റവരെ അപ്പോളോ ആശുപത്രിയിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്.
മറ്റുള്ളവരുടെ പരിക്കുകൾ അത്ര ഗൗരവ അല്ല സ്ഥാനമുള്ളതല്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. 12ഓളം പേരാണ് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. നമുക്ക് മരിച്ച ഒരു സ്ത്രീയുടെ വിവരം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാരായിരുന്ന അയ്യമ്പറമ്പ് സ്വദേശിനി തങ്കമണി, 50 വയസ്സുള്ള തങ്കമണിയാണ് ഇപ്പോൾ മരിച്ചത്. അതായത് ഈ അപകടത്തിൽ 2 പേര് മരിച്ചു. ഒരു വിദ്യാർത്ഥിനി റിയ ഫാത്തിമ, ഒപ്പം തന്നെ ബൈക്ക് യാത്രികയായ അയ്യമ്പറമ്പ് സ്വദേശിനി തങ്കമണി, 50 വയസ്സുള്ള തങ്കമണി, ഇവരും മരിച്ചു. അങ്ങനെ അപകടത്തിൽ 2 പേര് മരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കാം. ഷെരീഫിനി, കുന്നംകുളം ചെറുവത്തൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിലിടിച്ച് 2 പേർ മരിച്ചു. 25ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കാട്ടാന പലചരക്ക് കട തകർത്തു. മളിയേക്കൽ പോളിന്റെ കടയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ എത്തിയ കൊമ്പനാനയാണ് കടയുടെ ഷട്ടർ തകർത്ത് അരി, പലവ്യഞ്ജന സാധനങ്ങൾ, പഴക്കുലകൾ എന്നിവയെല്ലാം നശിപ്പിച്ചത്. അലമാരയിലെ ഗ്ലാസുകളും പൊട്ടി. പെരിങ്ങൽകുത്ത് ഡാം ഗേറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് സംഭവം കണ്ടത്. അരമണിക്കൂറോളം സ്ഥലത്തുണ്ടായിരുന്ന ആന പിന്നീട് തിരിച്ചുപോയി. മലക്കപ്പാറ പ്രദേശത്തെ ആദിവാസികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന കടയാണിത്. തളിക്കുളം പത്താംകല്ലിന് സമീപം വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തം. മില്ല് പൂർണ്ണമായും കത്തി നശിച്ചു. പത്താംകല്ല് സ്വദേശി മുഹമ്മദ് സാലിയുടെ ഉടമസ്ഥതയിലുള്ള സാലി ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഓണവിപണി ലക്ഷ്യമാക്കി വലിയ തോതിൽ സംഭരിച്ച നാളികേരവും കൊപ്രയും വെളിച്ചെണ്ണയും കത്തി നശിച്ചു. നാട്ടികയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ജില്ലയിലെ കോൾപ്പാട മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളാണ് വെള്ളം നിറഞ്ഞ് കരപ്രദേശത്തേക്ക് കയറുന്ന നിലയിലായിരിക്കുന്നത്. ഈ മേഖലയിലൂടെ അധിക ജലം ഒഴുകിപ്പോകുന്ന പുത്തൻതോട്, ഇറിഗേഷൻ മെയിൻ കനാൽ തുടങ്ങിയവ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ സ്ഥിതിയിലാണ്. ഇതുമൂലം ഈ തോടുകളിലൂടെയുള്ള ഒഴുക്ക് നിലച്ചതായും മത്സ്യകൃഷിക്കായി പല പടവുകളും കഴകളും സ്ലൂയിസുകളും ഇപ്പോഴും അടച്ചിട്ട നില തുടരുന്നതും മൂലം പാടത്ത് നിറഞ്ഞ വെള്ളം പ്രദേശത്തെ വീടുകളിലേക്ക് കയറി തുടങ്ങിയിരിക്കുകയാണ്. തോടുകളിലെ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യേണ്ട ഇറിഗേഷൻ വകുപ്പ് അധികൃതർ ഫണ്ടില്ലെന്ന ന്യായം പറഞ്ഞ് ഫലപ്രദമായ നടപടി സ്വീകരിക്കാതിരിക്കുകയാണെന്നാണ് ആക്ഷേപം. ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് നിരവധി വീടുകൾ വെള്ളത്തിലാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മഴക്കാലമെത്തിയാൽ അന്തിക്കാട്ടെ ഈ കുടുംബത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ വഞ്ചി മാത്രമാണ് ശരണം. കഴിഞ്ഞ 35 വർഷമായി ഇതാണ് സ്ഥിതി. കോൾപ്പാട ശേഖരത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്തിലാണ് പീച്ചേടത്ത് ചന്ദ്രനും ഭാര്യ ശാരദയും താമസിക്കുന്നത്. മഴ പെയ്ത് വെള്ളം കയറുന്നതുവരെ കോൾബണ്ട് റോഡിലൂടെയാണ് ഇവരുടെ യാത്ര. കാലവർഷത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വരുന്നതോടെ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളെല്ലാം ഇവർ മുൻകൂട്ടി ശേഖരിച്ചു വെക്കും. അറ്റകുറ്റപ്പണി നടത്തി വഞ്ചിയും സജ്ജമാക്കും. ഈ വർഷം ജൂലൈ മാസം അവസാനിക്കുന്നതുവരെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളില്ലായിരുന്നു. ആഗസ്റ്റ് മാസം തുടക്കം മുതൽ ഇടതടവില്ലാതെ മഴ പെയ്തതോടെ പാടത്ത് വെള്ളം നിറഞ്ഞു. 35 വർഷത്തിനിടയിൽ 2018 പ്രളയത്തിൽ മാത്രമേ ഇവർ ഈ തുരുത്തിൽ നിന്നും സർക്കാരിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിട്ടുള്ളൂ. മക്കളും മരുമക്കളുമൊക്കെയായി വലിയൊരു കുടുംബമായാണ് ചന്ദ്രനും ശാരദയും താമസിച്ചിരുന്നത്. വർഷക്കാലത്ത് പേരക്കുട്ടികൾ വിദ്യാലയങ്ങളിൽ പോയിരുന്നതും വഞ്ചിയിലായിരുന്നു. പിന്നീട് സുരക്ഷിതത്വവും മറ്റും കണക്കിലെടുത്ത് മക്കൾ മാറി താമസിക്കുവാൻ തയ്യാറായപ്പോൾ ചന്ദ്രനും ശാരദയ്ക്കും തുരുത്തിലെ വീട് വിട്ടു പോകാൻ മനസ്സു വന്നില്ല. ആരോഗ്യമുള്ള കാലത്തോളം ഇങ്ങനെ തുടരാനാണ് ഈ വയോധിക ദമ്പതികളുടെ ആഗ്രഹം. TCV തൃശൂർ. കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നിവിടങ്ങളിലാണ് റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. ഇടവേള.
പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. KSRTCയിൽ വാട്സാപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനം നിലവിൽ വന്നു. സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കി KSRTC നേരിട്ട് നടത്തുന്ന കൊറിയർ സർവീസിനും തുടക്കമായി. KSRTC സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റൽ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് വാട്സാപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. മെട്രോ റെയിൽ മാതൃകയിൽ AI അധിഷ്ഠിത ചാറ്റ് ബോട്ട് ഉപയോഗിച്ചാണ് പുതിയ വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനം സജ്ജമാക്കിയത്. യാത്രക്കാർക്ക് വാട്സാപ്പ് ചാറ്റിലൂടെ യാത്ര ആരംഭിക്കുന്ന സ്ഥലവും ലക്ഷ്യസ്ഥാനവും തെരഞ്ഞെടുത്ത് വളരെ എളുപ്പത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ആശയവിനിമയത്തിനായി മലയാളം, ഇംഗ്ലീഷ് ഭാഷകൾ ഉപയോഗിക്കാം. മംഗ്ലീഷ് രീതിയും ചാറ്റ് ബോട്ട് പിന്തുണയ്ക്കും. യാത്രാ സംബന്ധമായ വിവരങ്ങളും സംശയങ്ങൾക്കുള്ള മറുപടിയും ചാറ്റ് ബോട്ട് വഴി ഉടനടി ലഭ്യമാക്കും. സാങ്കേതിക പരിജ്ഞാനം കുറവുള്ള സാധാരണക്കാർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് AI അധിഷ്ഠിത ചാറ്റ് ബോട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം KSRTC കൊറിയർ സർവീസ് പുനരാരംഭിച്ചു. സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കി KSRTC നേരിട്ടാണ് സർവീസ് നടത്തുന്നത്. മുൻപ് സ്വകാര്യ കമ്പനിയായ സിംഗു സൊല്യൂഷൻസ് നടത്തിയിരുന്ന കൊറിയർ സർവീസിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു. തുടർന്നാണ് അവരെ ഒഴിവാക്കിയത്. ന്യൂസ് ഡെസ്ക് TCV. പരിയാരം പഞ്ചായത്തിലെ കുറ്റിക്കാട്ടിൽ റോഡരികിൽ ആദിവാസി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലക്കപ്പാറ തവളക്കുഴിപ്പാറ മലയനുന്നതിയിലെ 43 വയസ്സുള്ള സുഗുവാണ് മരിച്ചത്. അജ്ഞാത വാഹനമിടിച്ചാണ് മരണമെന്ന് കരുതുന്നു. ഭാര്യ സുമിതയുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് സുഗുവും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്നത്. ബുധനാഴ്ച രാത്രി ഇയാൾ നടന്നു പോകുന്നത് പരിസരവാസികൾ കണ്ടിരുന്നു. അർദ്ധരാത്രിയിൽ റോഡിൽ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന സുഗുവിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരിയിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങളുടെ കാരണത്തെക്കുറിച്ച് ഉന്നത തലത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഷാജഹാൻ എളനാട് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി പരുത്തിപ്പറയിൽ K. മുഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ നടന്ന വെൽഫെയർ പാർട്ടി പരുത്തിപ്പറ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോട്ടോർ വാഹന വകുപ്പ് പോലീസിന്റെ പെട്രോളിംഗ് വാഹനം തടഞ്ഞ് പിഴ ചുമത്തിയ സംഭവം കേരളത്തിൽ അപൂർവമാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ പോര് ക്വാറി മാഫിയയുടെ കമ്മീഷൻ വിഹിതം പങ്കുവയ്ക്കുന്നതിലെ തർക്കമാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അമിത ഭാരത്തിലും അളവിലും കല്ല് കയറ്റി ക്വാറികളിൽ നിന്ന് വാഹനങ്ങൾ പോകുന്നത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് MVD ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് വെൽഫെയർ പാർട്ടി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്നത്. പ്രളയത്തിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി രക്ഷിച്ച ശേഷം സ്വന്തം ജീവൻ ബലി നൽകിയ രാജേഷിന്റെ മൃതദേഹം ചാവക്കാട് വരെ എത്തിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ. മൃതദേഹം ചാവക്കാട് വെച്ച് ഫ്രീസർ സംഘടിപ്പിച്ച് എങ്ങണ്ടിയൂർ റീലൈഫ് ആംബുലൻസിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് ഈ ആംബുലൻസിലാണ് മൃതദേഹം കൊണ്ടുപോയത്. സിവിൽ സർവീസിനെയും ജീവനക്കാരെയും ദ്രോഹിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾക്കെതിരെ കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. അയ്യന്തോൾ ചുങ്കം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് OP ബിജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P സുനീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ E നന്ദകുമാർ, RL സിന്ധു, ജില്ലാ വൈസ് പ്രസിഡന്റ് KR രേഖ എന്നിവർ പങ്കെടുത്തു. ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതം വലിയ തരത്തിലേക്ക് മെച്ചപ്പെടിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കാണുകയാണ് കേരളത്തിലെ ഗവൺമെന്റ്. മീൻ പിടിക്കുവാൻ പോയ യുവാവ് തോട്ടിൽ വീണ് മരിച്ചു. വെള്ളാങ്ങല്ലൂർ വള്ളിവട്ടം അമരിപ്പാടം കപ്പേളയ്ക്ക് സമീപമുള്ള തോട്ടിൽ മീൻ പിടിക്കുവാൻ പോയ വള്ളിവട്ടം പൂവത്തുംകടവ് വൈപ്പനാട് വീട്ടിൽ 38 വയസ്സുള്ള സുമൻ എന്ന സുമേഷാണ് മരിച്ചത്. ഏറെ സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് സുമേഷ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ഗുരുവായൂരിൽ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. 2 കടകളിലുമായി 35,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. തൈക്കാട് പള്ളി റോഡിലെ അവിൽ പ്രോ ജ്യൂസ് കടയിലും മാവിൻ ചുവട്ടിലെ KM ഫ്രൈഡിലുമാണ് മോഷണം നടന്നത്. അവിൽ പ്രോയിൽ നിന്ന് 15,000-ഓളം രൂപയും KM ഫ്രൈഡിൽ നിന്ന് 1,000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. 2 കടകളുടെയും മുൻവശത്തെ ചില്ല് വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത്. പൂട്ടുകൾക്ക് തകർത്തതിൽ 20,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഇരു കടകളുടെയും ഉടമയായ KK ജോസഫ് ബാബു അറിയിച്ചു. പുലർച്ചെ 2:50ഓടെ KM ഫ്രൈഡിലാണ് ആദ്യം മോഷ്ടാക്കൾ എത്തിയത്. 2 കടകളിലെയും മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 2 പേരാണ് 2 കടകളിലും കയറിയിട്ടുള്ളത്. മുഖം മറച്ചെത്തിയ ഒരാൾ അകത്ത് കയറുന്നതും ഒരാൾ പുറത്തു നിൽക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നീർനായ ശല്യം രൂക്ഷമായ മതിലകം പഞ്ചായത്തിലെ കഴുവിലങ്ങ് പ്രദേശത്തെ മത്സ്യകർഷകർക്ക് ആശ്വാസമായി വനം വകുപ്പ് കുളങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ചു. പ്രദേശത്തെ നിരവധി കുളങ്ങളിലും തോടുകളിലും നീർനായകൾ കൂട്ടമായി എത്തി വളർത്തു മത്സ്യങ്ങളെ പിടിച്ചു തിന്നുന്നതായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കഴുവിലങ്ങ് മേഖലയിലെ പല മത്സ്യകൃഷി കുളങ്ങളിലും നീർനായകളുടെ ആക്രമണം ശക്തമായിരുന്നു. കഴുവിലങ്ങ് സ്വദേശി മണക്കാട്ട് പാർത്ഥസാരഥിയുടെ മത്സ്യകൃഷി നടത്തുന്ന കുളങ്ങളിൽ നീർനായകൾ സ്ഥിരമായി എത്തി മത്സ്യങ്ങളെ ഭക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പാർത്ഥസാരഥി വനംവകുപ്പിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുൻപ് ഉദ്യോഗസ്ഥർ സജിയുടെ നേതൃത്വത്തിൽ റെസ്ക്യൂ സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരമായി നീർനായകളെ പിടികൂടുന്നതിനായാണ് കുഴുവിലങ്ങിലെ വിവിധ കുളങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ചത്. സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിന് അണലിയുടെ കടിയേറ്റു. പാലക്കാട് ചാലിശ്ശേരിയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. ചാവക്കാട് സ്വദേശിനി മിസിരിയയ്ക്കാണ് അണലിയുടെ കടിയേറ്റത്. എസ്റ്റേറ്റ് പടിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഡ്യൂട്ടിക്കിടെയായിരുന്നു സംഭവം. വിഷപ്പാമ്പിനെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ മിസിരിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊഴിൽ വാഗ്ദാനം ചെയ്ത് തൊഴിലാളിയുടെ സ്വർണ്ണമോതിരവും പണവും കവർന്ന കേസിലെ പ്രതി പോലീസ് പിടിയിലായി. കോഴിക്കോട് പെരുമണ്ണ പൂവാട്ടുപറമ്പ് സ്വദേശി പ്രശാന്താണ് പിടിയിലായത്. വർഷങ്ങളായി ചാവക്കാട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ M കുപ്പുസ്വാമിയാണ് തട്ടിപ്പിനിരയായത്. ഇദ്ദേഹത്തിന്റെ 4 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമോതിരവും 5,000 രൂപയുമാണ് പ്രതി കവർന്നത്. 3 പതിറ്റാണ്ടിലധികമായി ചാവക്കാട് സെന്റർ കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്ന കുപ്പുസ്വാമിയെ പണിയുണ്ടെന്ന് പറഞ്ഞാണ് പ്രതി വിളിച്ചുകൊണ്ടുപോയത്. ചേറ്റുവാ റോഡിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് സമീപം ചാൽ കീറുന്ന ജോലിയാണ് ഇയാളെ ഏൽപ്പിച്ചിരുന്നത്. പണി തുടങ്ങുന്നതിന് മുൻപ് കുപ്പുസ്വാമി തന്റെ സ്വർണ്ണമോതിരം ഊരി പണമടങ്ങുന്ന പേഴ്സിൽ വെച്ച് അത് മുണ്ടിൽ പൊതിഞ്ഞ് സമീപത്ത് സൂക്ഷിച്ചു. ജോലിക്കിടെ കുപ്പുസ്വാമിയെ മാറ്റി നിർത്തിയ ശേഷം പേഴ്സും മുണ്ടുമെടുത്ത് പ്രതി കടന്നു കളയുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ എറണാകുളം റെയിൽവേ പോലീസാണ് പിടികൂടിയത്. സംസ്ഥാനത്തെ കള്ള് ഷാപ്പുകളിൽ ഇനി മുതൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നിർബന്ധം. ലൈസൻസ് ഇല്ലാതെ ഭക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ എക്സൈസ് കമ്മീഷണർ നിർദ്ദേശിച്ചു. നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ മാസം 15 മുതൽ സംസ്ഥാനത്തെ 499 പോലീസ് സ്റ്റേഷനുകളിലെ SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിൽ 63 സ്റ്റേഷനുകളിൽ വനിതാ SIമാർക്കായിരിക്കും ചുമതല. അതേസമയം 64 പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരായി സർക്കിൾ ഇൻസ്പെക്ടർമാർ തുടരും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും ചുമതല സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് നൽകിയിരുന്നു. ഓഗസ്റ്റ് 15 മുതൽ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുന്ന പൗരന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭ സമരത്തെ അശ്ലീല ചുവയോടെ അസഭ്യ പരാമർശം നടത്തിയ RSS നേതാവ് TG മോഹൻദാസിനെതിരെ CPM തിരുവല്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പട്ടിപ്പറമ്പ് ആലിൻചുവട് പ്രദേശത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പട്ടിപ്പറമ്പ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം S ദിലീപ് ഉദ്ഘാടനം ചെയ്തു. CPM തിരുവല്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം അംബിക രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM തിരുവല്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N കുമാരൻ, പട്ടിപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ഗിരീഷ് രാധാകൃഷ്ണൻ, കിഴക്കുമുറി ബ്രാഞ്ച് സെക്രട്ടറി ഷിജു ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു.
വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ 5 പഞ്ചായത്തുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റവും ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ താക്കോൽ ദാനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ മോഹനൻ, ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. റോഡിലെ കുഴിയും ചെളിയുമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. കാട്ടാക്കാമ്പാൽ പഞ്ചായത്തിനെയും വടക്കേക്കാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കാനാണ് കരിച്ചാൽ കടവിൽ പാലം പണിതത്. എട്ടാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് കോളേജ് ഓഫ് ആർട്സിലെ ആർട്ട് ഹിസ്റ്ററി വിഭാഗം മേധാവി ഡോക്ടർ കവിത ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സൂപ്രണ്ട് P. ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ടെക്നിക്കൽ വർക്ക്ഷോപ്പ് ഹെഡ് VG ജോജോ, സീനിയർ HSA NV സുമ, ടെക് ഫെസ്റ്റ് കൺവീനർ KA പ്രിയ, PR വീണ തുടങ്ങിയവർ സംസാരിച്ചു. മേളയുടെ ഭാഗമായി അപൂർവ ശേഖരങ്ങളുടെയും അപൂർവ സ്മാരക നാണയങ്ങളുടെയും പ്രദർശനവും ഉണ്ടായിരുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിലെ കോൾ നിലങ്ങളിലെ വികസന പദ്ധതികൾക്കായി 2,75,00,000 രൂപ അനുവദിച്ചതായി പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA അറിയിച്ചു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ സേവിംഗ് തുക ഉപയോഗിച്ചാണ് പുതിയ വികസന പദ്ധതികൾക്ക് അംഗീകാരം നേടിയെടുത്തത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. മണ്ണിനെ സ്നേഹിച്ച് കൃഷിയെ ജീവിതമാക്കിയ ഒരാളുടെ വിജയകഥയാണ് കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ ഷാജഹാന്റേത്. സമ്മിശ്ര ജൈവ കൃഷിയിലൂടെയാണ് ഷാജഹാൻ മാതൃകാ കർഷകനായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കൃഷി, മൃഗസംരക്ഷണം, മത്സ്യകൃഷി എന്നീ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുകയാണ് ഷാജഹാൻ. ഏകദേശം 3.5 ഏക്കർ സ്ഥലത്താണ് വൈവിധ്യമാർന്ന കൃഷിരീതികൾ നടപ്പാക്കുന്നത്. നാടൻ വിളകൾക്കൊപ്പം വിദേശിനങ്ങളിൽപ്പെട്ട പഴവർഗ്ഗങ്ങളും ഇവിടെ വളർത്തുന്നുണ്ട്. തേനീച്ച വളർത്തൽ, പശു, ആട്, കോഴി വളർത്തൽ എന്നിവയും കൃഷിയുടെ ഭാഗമാണ്. ഇടവിള കൃഷിയായിട്ടാണ് ഞാൻ ആദ്യം മുതലുള്ള, എല്ലാം മിക്സഡ് ആയിട്ടാണ്. ഇന്ന ഒരു ക്രോപ്പ് മാത്രമായിട്ട് ചെയ്യുന്നില്ല. കൃഷിയായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. കാരണം ഫുൾ ടൈം കൃഷി തന്നെയാണ്. അത് മീനായാലും എല്ലാം മിക്സഡ് ആണ്. മീനായാലും മിക്സഡ് ആണ്, കോഴിയായാലും മിക്സഡ് ആണ്, പച്ചക്കറി ആയാലും മിക്സഡ് ആണ്. പിന്നെ പശു അങ്ങനെ ജേഴ്സി ഉണ്ട്, മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശുക്കളുണ്ട്, പാലിക്കൂടിയ പശുക്കളാണ്. വെള്ളപ്പൊക്കം വന്നപ്പോൾ പശുക്കളെ കുറച്ചാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് ആകെയുള്ള ഒരു ഉപദേശം എന്ന് പറയാനായിട്ട് ഈ കൃഷി കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. മണൽ പ്രദേശമായതിനാൽ പച്ചക്കറി കൃഷിക്കായി സ്വന്തമായി നിർമ്മിച്ച 400 കോൺക്രീറ്റ് റിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്. റിങ്ങുകളുടെ മധ്യഭാഗത്ത് ഇഞ്ചിയും മഞ്ഞളും നട്ടുപിടിപ്പിക്കുന്നു. അരികുകളിൽ മുളക്, പയർ, ചീര, പടവലം തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. കുരുമുളക് കൃഷിക്കായി 450 കോൺക്രീറ്റ് തൂണുകളും 1000-ലധികം PVC പൈപ്പുകളും സ്ഥാപിച്ച് വിയറ്റ്നാം മാതൃകയിലുള്ള കൃഷിരീതിയും വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. കൃഷിക്കൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലും ഷാജഹാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അൽസ പ്രൊഡക്ട്സ് എന്ന പേരിൽ ഉണക്കിയ ചെമ്മീൻ, മരച്ചീനി, ചക്ക, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇഞ്ചി, ചക്കക്കുരു, വിവിധ അച്ചാറുകൾ, നെയ്, തൈര് എന്നിവ വിപണിയിലെത്തിക്കുന്നു. കൂടാതെ കുരുമുളക് തൈകളും പപ്പായ തൈകളും വിൽപ്പന നടത്തുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിൽപ്പന നടത്തുന്നത് വഴിയും മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട്. രാജപാളയം ഇനത്തിലുള്ള നായകളും ഫാമിന്റെ ആകർഷണമാണ്. 2006-ൽ ജില്ലാതലത്തിലെ മികച്ച മത്സ്യ കർഷകനുള്ള അംഗീകാരം നേടിയ ഷാജഹാൻ നഗരസഭാ തലത്തിലെ മികച്ച കർഷകനായും ആദരിക്കപ്പെട്ടിട്ടുണ്ട്. പൂഴിമണ്ണിൽ നെൽകൃഷി നടത്തി വിജയകരമായി വിളവെടുത്ത അനുഭവവും അദ്ദേഹത്തിനുണ്ട്. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ വൈവിധ്യമാർന്ന കൃഷിരീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച ഭൂമി കാർഷിക ഭൂമിയായി തന്നെ തലമുറകളിലേക്ക് കൈമാറണമെന്ന ലക്ഷ്യത്തോടെ ട്രസ്റ്റ് രൂപീകരിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വെൽഫെയർ പാർട്ടി വടക്കാഞ്ചേരി പരുത്തിപ്പുറ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷാജഹാൻ എളനാട് ഉദ്ഘാടനം ചെയ്തു. പുതിയ യൂണിറ്റ് പ്രസിഡന്റായി CM മുഹമ്മദ് അഷ്റഫിനെയും സെക്രട്ടറിയായി KK അബൂബക്കറിനെയും തെരഞ്ഞെടുത്തു.
ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വിൽസൺ കണ്ണനായ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. കൈക്കാരന്മാരായ CR സണ്ണി, CO സെബാസ്റ്റ്യൻ, ND വിനോയ്, ജനറൽ കൺവീനർ CP വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ. പെരിഞ്ഞനത്ത് കുടുംബശ്രീയുടെ വായ്പാ വിതരണവും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ നിമിഷ ജോബി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഡിവിഷൻ മാനേജർ PN വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KA കരീം, സ്മിത സന്തോഷ്, ഗോപിനാഥൻ തെക്കൂട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 54-ാം ആണ്ട് നേർച്ച ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. മൗലീദ് പാരായണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. വൈകിട്ട് 4 മണിക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴയുടെ നേതൃത്വത്തിൽ ഖത്തം ദുവ നടക്കുന്നതോടെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനമാകും. ജാറം ഭാരവാഹികളായ KS സെയ്ദ് മുഹമ്മദ്, MH അബ്ദുൽ ഖാദർ, MY മുഹമ്മദ് റംസാൻ, MS ഈസ, KS ഷിഹാബുദ്ദീൻ, RK മുസ്തഫ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CP ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വലപ്പാട് കോതക്കുളത്ത് തരിശുഭൂമിയിൽ കൃഷി ഇറക്കലിന്റെയും ഹൈബ്രിഡ് പച്ചക്കറി നടീലിന്റെയും ഉദ്ഘാടനം നാളെ കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദിഖ് നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗീതാ ഗോപി MLA അധ്യക്ഷയാകും. PK മോഹനൻ, ലക്ഷ്മി K മോഹൻ, EK ഗോപിനാഥ്, വിൽസൺ പുലിക്കോട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നവമണലൂർ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി എളവള്ളി പഞ്ചായത്ത് തലത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങളും ശില്പശാലകളും നടത്തും. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം സാഹിത്യോത്സവ് നിർവഹണ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ C രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. കൺവീനർ അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ NB ജയ, ചിത്ര രജീഷ്, സനിൽ കുന്നത്തുള്ളി, എളവള്ളി ബാങ്ക് പ്രസിഡന്റ് KP രാജു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഇന്ന് ഒറ്റയടിക്ക് സ്വർണ്ണവില ഗ്രാമിന് 265 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. പവന് 2120 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,725 രൂപയും പവന് 1,09,800 രൂപയുമായി. ചെറുതുരുത്തിയിൽ നൃത്ത അധ്യാപികയെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ബിബീഷിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മലപ്പുറം വേങ്ങര ചേറൂർപ്പാടം തേനക്കാട്ടിൽ നാരായണൻ ഭാര്യ ധനലക്ഷ്മിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ലോഡ്ജിലെ മുറി ഒഴിഞ്ഞുകൊടുക്കാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് ധനലക്ഷ്മിയെ മരിച്ച നിലയിൽ കണ്ടത്. കുറ്റകൃത്യത്തിന് ശേഷം പ്രതി തേഞ്ഞിപ്പാലം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. പാലക്കാട് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് ധനലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ഭർത്താവും മകനും പറഞ്ഞു. തൃശൂർ സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രാമായണ ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വാൽമീകി പുരസ്കാരത്തിന് ചലച്ചിത്ര നടൻ വിജയരാഘവനും രാമായണ അവാർഡിന് സംഗീതജ്ഞൻ ഔസേപ്പച്ചനും അർഹനായി. 25,000 രൂപയും ശ്രീരാമ വെങ്കല ശില്പവുമാണ് പുരസ്കാരം. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഓഗസ്റ്റ് 15-ന് സംഘടിപ്പിക്കുന്ന രാമായണ ഫെസ്റ്റിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുരസ്കാര സമർപ്പണം നടത്തും. ജനറൽ കൺവീനർ TC സേതുമാധവൻ, മറ്റു ഭാരവാഹികളായ ശ്രീകുമാർ ആമ്പല്ലൂർ, ആർട്ടിസ്റ്റ് നന്ദകുമാർ, പ്രദീപ് പാലിയത്ത്, PR കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള ഫാമിലി ബേക്കറിയിൽ മോഷണം. ഇന്ന് പുലർച്ചെ 1:30-ഓടെയാണ് സംഭവം. സ്ഥാപനത്തിന് മുൻവശത്തെ ഇരുമ്പ് വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. 1,500 രൂപയും മിനറൽ വാട്ടർ കുപ്പികളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. CCTV ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ സെന്ററിൽ ചേർന്ന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PR സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു.
ഏരിയ കമ്മിറ്റി അംഗം KC രമേശ്, ലോക്കൽ സെക്രട്ടറി TV മദനമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നൃത്താധ്യാപന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുന്ന കലാമണ്ഡലം ഹുസ്ന ബാനു, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് BK ഷഫീഖുദ്ദീൻ എന്നിവരെ ശനിയാഴ്ച തൃശൂരിൽ ആദരിക്കും. ശ്രീശങ്കര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സമാദരണ ചടങ്ങ് രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്യും. നർത്തകി ശാന്ത ധനഞ്ജയൻ മുഖ്യാതിഥിയാകും. സമാദരണ സമിതി ചെയർമാൻ KM പരമേശ്വരൻ, ഭാരവാഹികളായ രാമദാസ് P നമ്പ്യാർ, നന്ദൻ വാഗീൽ, മിനി രാജൻ, രന്ദിത അനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടനെല്ലൂർ സാംസ്കാരിക സംഗീത കാരുണ്യവേദിയുടെ 4ാമത് ജോൺസൺ മാസ്റ്റർ പുരസ്കാരം പിന്നണി ഗായകൻ G വേണുഗോപാലിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 18-ന് തൃശൂർ ടൗൺഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ജോൺസൺ മാസ്റ്ററുടെ പത്നി റാണി ജോൺസൺ പുരസ്കാര സമർപ്പണം നടത്തും. സംവിധായകൻ സത്യൻ അന്തിക്കാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് G വേണുഗോപാലിന്റെ മകൻ അരവിന്ദ് വേണുഗോപാൽ നയിക്കുന്ന സംഗീത പരിപാടി അരങ്ങേറും. കുട്ടനെല്ലൂർ സാംസ്കാരിക സംഗീത കാരുണ്യവേദി സംഘാടകരായ സിനീഷ് ശങ്കരൻകുട്ടി, KJ ബേബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സനാതനം ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച അയ്യന്തോൾ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ ജില്ലാ രാമായണ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാമായണ സംഗമത്തിൽ ആധ്യാത്മ രാമായണത്തിലെ ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും കുട്ടികളും മുതിർന്നവരുമായ 200ഓളം പേർ പാരായണം ചെയ്യും. സമാപന സമ്മേളനത്തിൽ സനാതനം ധർമ്മ പാഠശാലയുടെ ആചാര്യൻ രാജേഷ് നാദാപുരം രാമായണം അധ്യാപകരെ ആദരിക്കും. സനാതനം ധർമ്മ പാഠശാല ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോമസുന്ദരൻ, രാജേന്ദ്രൻ വരവൂർ, ബാലചന്ദ്രൻ കിഴക്കേപ്പാട്ട്, അഡ്വക്കേറ്റ് സോഹൻ A നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. റിയാദ് ഇന്ത്യൻ അസോസിയേഷൻ സ്കൂൾ എയ്ഡ് പദ്ധതിയുടെ ഭാഗമായുള്ള വാട്ടർ കൂളറിന്റെ സഹായ വിതരണം പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷയായി. പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ് മുഖ്യാതിഥിയായി. പദ്ധതിയുടെ പ്രതിനിധി അസോസിയേഷൻ മുൻ പ്രസിഡന്റ് മോഹൻ K പൊന്നത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക K അനിത, VKN സ്മാരക സമിതി കൺവീനർ N രാംകുമാർ, K വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,725, പവന് 1,09,800. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുന്നംകുളം ചെറുവത്തൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിച്ച് 2 പേർ മരിച്ചു. 20ഓളം പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരം. തൃശൂർ കളക്ടറേറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. റോഡ് ഉപരോധിച്ച യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കാട്ടാന പലചരക്ക് കട തകർത്തു. മാളിയേക്കൽ പോളിന്റെ കടക്ക് നേരെയായിരുന്നു ആക്രമണം. തളിക്കുളം പത്താംകല്ലിൽ വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തം. മില്ല് പൂർണ്ണമായും കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. ജില്ലയിലെ കോൾപ്പാട മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളാണ് വെള്ളക്കെട്ടിലായത്. KSRTCയിൽ വാട്സാപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനം നിലവിൽ വന്നു. സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കി KSRTC നേരിട്ട് നടത്തുന്ന കൊറിയർ സർവീസിനും തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.